പണം ആവശ്യപ്പെട്ടു. അതിനുശേഷം മുത്തശ്ശിയെ കൊലപ്പെടുത്തി. അവിടെ നിന്നാണ് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ ജ്യേഷ്ഠനായ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം മൽപ്പിടുത്തത്തിനിടയിൽ നടന്നതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലൂടെ പോലീസ് വ്യക്തമാക്കിയത്. ലത്തീഫിനെ മുഖത്ത് തലയിൽ 20ലേറെ തവണ ആഞ്ഞടിച്ചതായാണ് വിവരം. ചുറ്റിക കൊണ്ട് കാര്യമായ രീതിയിൽ അടിച്ചിട്ടുണ്ട്. ചുറ്റിക തുളഞ്ഞു കയറിയ പാടുകൾ പലരുടെയും മുഖത്തും ഉണ്ട്. ഏതായാലും ക്രൂരമായ കുറ്റകൃത്യം തന്നെയാണ്. ഈ കൊലപാതകത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. അത് ഉറപ്പാക്കാൻ ഇനി രക്തപരിശോധന നടത്തണം, രാസപരിശോധന അടക്കം രക്തപരിശോധന നടത്തണം. അതിന് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം പ്രതി ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തും. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുക. ഏതായാലും പ്രതി കഴിഞ്ഞ ദിവസം വിഷം കഴിച്ചുവെന്ന പോലീസിനോട് മൊഴി നൽകിയത് കൊണ്ട് തന്നെ പ്രതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഇനി ആശുപത്രിയിൽ നിന്ന് പ്രതിയെ വിട്ടുകിട്ടിയാൽ മാത്രമാണ് കൂടുതൽ ചോദ്യം ചെയ്യാൻ സാധിക്കുക. പ്രതിയുടെ ഉമ്മയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ടെങ്കിലും മരുന്നുകളുമായി പ്രതികരിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഉമ്മ തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ നിർണായകമായ മൊഴി നൽകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം പ്രതിയുടെ മൊഴി സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായി പോലീസ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കാമുകിയെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ സഹോദരനെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ അച്ഛൻ്റെ ജ്യേഷ്ഠനെയും കുടുംബത്തെ കൊലപ്പെടുത്താനോ അതൊരു കാരണമാകില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ അച്ഛൻ്റെ സഹോദരനെയും കുടുംബത്തെയും കൊലപ്പെടുത്താൻ ഉള്ള കാരണം ഇയാളുടെ ഈ പ്രതി അഫാന്റെ ഈ പ്രണയബന്ധത്തിലെ പ്രശ്നത്തിൽ പരിഹാരവുമായി ബന്ധപ്പെട്ട് ഇവർ ഇടപെട്ടത് പ്രതിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ആ വീട്ടിലേക്ക് ഒന്ന് കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും 4 CIമാർ ഈ കേസിൽ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇതിലാരും സാക്ഷികളായില്ല. ഇനി സാഹചര്യ തെളിവുകൾ മാത്രമാണ് പോലീസിന്റെ കയ്യിലുള്ളത്. അതോടൊപ്പം ശാസ്ത്രീയമായ തെളിവുകൾ കൂടി അധികം ശേഖരിച്ചാൽ മാത്രമാണ് കേസിന് ബലമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഒരു അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതില്ല ശരി വിഷ്ണു, എന്തായാലും ഇപ്പോൾ വെഞ്ഞാറമൂട് കൊല്ലപ്പെട്ട 5 പേരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയെ വിട്ടുകിട്ടിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഏത് ലഹരിയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരണം. ആ ലഹരിയുടെ അതിൻ്റെ ഒരു പ്രഭാവത്തിലാണോ ഈ കുറ്റകൃത്യം എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 4 DYSPമാരും CIമാരും അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കിരയായ ലത്തീഫും ഭാര്യ സാജിദയും കൊല്ലപ്പെട്ട വിവരം നാട്ടുകാർ അറിഞ്ഞത് ഇന്നലെ വൈകിട്ടെന്ന് വാർഡ് കൗൺസിലർ